ട്രെക്കിംഗ് തുടങ്ങിയ സമയത്ത് റിജോ ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ റിജോയ്ക്കുള്ളൊരു ഉത്തരമായിട്ട് കൂട്ടാം നമുക്ക്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമുക്കൊരു അഡ്വഞ്ചർ ട്രക്ക് ചെയ്യാൻ പോകാം. കഴിഞ്ഞ വർഷം നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ ഈ സമയത്ത് പോയി കുറേ അധികം ഡെഡ്ലി ആയിട്ടുള്ള കുറേ മലകളിലൊക്കെ വലിഞ്ഞു കയറിയിരുന്നു റോമി ബ്രോയുടെ കൂടെ. അപ്പോൾ അതിനൊരു സ്റ്റാർട്ടിങ് എന്നോളം ഈ ഒരു സീസണിൽ നമുക്ക് ട്രിവാൻഡ്രം സൈഡിലെ തന്നെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു അടിപൊളി അഡ്വഞ്ചർ ട്രക്കിംഗ് ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ മൗണ്ടൻ റേഞ്ചസിലൊന്നായ വരമ്പതി മലനിരകളിലെ ഒരു ഹയസ്റ്റ് പീക്കിലോട്ടാണ് നമ്മുടെ യാത്ര. പ്രോപ്പറായിട്ട് മാർക്ക്ഡ് ആയിട്ടുള്ള ട്രയൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കുറേയൊക്കെ വഴി കണ്ടുപിടിച്ചും വഴി തെറ്റിയും വലിഞ്ഞു കയറിയും എല്ലാം തന്നെ നമ്മൾ മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു 360 വ്യൂവിൻ്റെ കാഴ്ചകളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഗംഭീരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിക്കടുത്തായിട്ട് വെള്ളറടയിൽ സ്ഥിതി ചെയ്യുന്ന ട്രിവാൻഡ്രത്തെ തന്നെ സെക്കൻഡ് ഹാർഡസ്റ്റ് ട്രക്ക് എന്നറിയപ്പെടുന്ന കൊണ്ടകെട്ടി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എറണാകുളം വൈറ്റില ഹബിൽ രാത്രി 10:45 മിന്നൽ സൂപ്പർ ഡിലക്സ് ബസ്സിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡ്, അതായത് തമ്പാനൂരിൽ നിന്ന് വെള്ളറടയ്ക്കുള്ള ഫസ്റ്റ് ബസ് പോകുന്നത് 5:30-ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രാവിലെ പോകുന്നത്. അപ്പോൾ വെളുപ്പിനെ ഒരു 5 മണി റേഞ്ചൊക്കെ ആകുമ്പോൾ ട്രിവാൻഡ്രം എത്തുന്ന രീതിക്ക് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. നിങ്ങൾ ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ ഡെയിലിയുള്ള ട്രിവാൻഡ്രം എക്സ്പ്രസ്സിന് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 4:30-5 മണി റേഞ്ചിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം എത്താൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബസ് സ്റ്റാൻഡും വരുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നാണിത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് എറണാകുളമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആക്സസിബിലിറ്റി കിട്ടത്തില്ല. ഇവിടെ ട്രെയിൻ ഇറങ്ങി നേരെ ക്രോസ് ചെയ്താൽ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കുറേയധികം കടകളൊക്കെ രാവിലെ ഓപ്പൺ ആണ്. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ബസ് 5:30 ആകുമ്പോഴേക്കും എത്തും. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് വെള്ളറടയ്ക്കുള്ള ബസ് വന്നത്. ഈ ഒരു തമ്പാനൂർ സ്റ്റാൻഡിൽ നിന്ന് വെള്ളറട വരെ ഏകദേശം 40 കിലോമീറ്റർ അടുത്തുണ്ട്. ഈ ഒരു 5:30-യുടെ ബസ് 6:45 ആകുമ്പോഴേക്കും തന്നെ വെള്ളറടി എത്തും. അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുമ്പം 7:45 ആകുമ്പോൾ പന്നിമല ബസ് വരും. അതിന് കയറി 4 കിലോമീറ്റർ അപ്പുറത്തുള്ള കുരിശുമല സംഗമവേദിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങനെയൊരു എൻട്രിയൊക്കെ കൊടുക്കണമെന്ന് ഇവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ വീഡിയോയുടെ തുടക്കം മഹത്തായ വോയിസ് ഓവറിൽ കേട്ട റിജോ. ഇവനായിരുന്നു ഒരു സംശയം, നമ്മൾ പറമ്പിൽ കൂടെയാണോ ട്രക്ക് ചെയ്യാനാണോ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ റിജോയും രഞ്ജിയാണ് നമ്മുടെ ഇവിടെ ഈ ഒരു യാത്രയിലുള്ളത്. ജൂലൈ 26-ാം തീയതി സൺഡേ, അതായത് ഈ വീഡിയോ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സൺഡേ ആണ് നമ്മൾ ഈ ഒരു യാത്ര പോയത്. 8:05 ആയപ്പോൾ നമ്മൾ കുരിശുമല സംഗമവേദിയിലെത്തി. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്രയുള്ളൂ. നിങ്ങൾക്ക് ഓട്ടോ പിടിച്ചാണെങ്കിലും വരാൻ ആൾക്കാരുണ്ടെങ്കിൽ. പിന്നെ അധികം പൈസ ഒന്നും മുടക്കണ്ടല്ലോ, ബസ് ഉണ്ടല്ലോ എന്നോർത്ത് പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തതാണ്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തു നിന്ന് ഒരു നീല ആർച്ച് കാണാം. അവിടുന്ന് മുകളിലോട്ടുള്ള ആ ഒരു ടാറിട്ട വഴിയാണ് നമുക്ക് പോകേണ്ടത്. നല്ലൊരു കയറ്റമാണ്. ഈ പോകുന്ന വഴി കുറച്ചധികം പള്ളികളും അതുപോലെ തന്നെ കുരിശുമലയുടെ ഓരോ സ്റ്റേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 8:10 ആയപ്പോൾ തന്നെ നമ്മുടെ ട്രക്കിംഗ് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വഴി ഇങ്ങനെ കയറി പോകുമ്പോൾ കുറേയധികം കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പട്ടി ഒരു കുരങ്ങനെ ഓടിച്ച് മരത്തിൻ്റെ മുകളിലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ടാർ റോഡ് പ്രധാനമായിട്ടും തെക്കൻ കുരിശുമലയിലോട്ടുള്ള വഴിയാണ്. 13 സ്റ്റേഷൻസാണ് ഈ കുരിശിൻ്റെ വഴിയിൽ വരുന്നത്. അതിൽ തന്നെ 3-ാമത്തെ സ്റ്റേഷൻ്റെ രൂപക്കൂട് എടുക്കുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലോട്ടൊരു കോൺക്രീറ്റ് വഴി കാണും. അപ്പോൾ ആ ഒരു വഴിയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഡൈവേർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സ്വന്തം വണ്ടിക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്പോട്ടിലായിട്ടാണ് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടിയൊക്കെ ഇവിടെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് മല കയറി തിരിച്ചു വരാം. താഴെ ആ ഒരു ചെറിയ നീല ആർച്ച് കാണുന്നിടത്തു നിന്ന് കയറി പോകുമ്പോഴാണ് കൂനിച്ച് മല എത്തുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ 4ഓളം മലകളുണ്ട്. അതിൽ കൊണ്ടകെട്ടിയിലോട്ട് മാത്രമാണ് പ്രോപ്പറായിട്ടൊരു വഴിയൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡൊക്കെ കയറി കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോകുമ്പോഴായിട്ട് പിന്നെ നമ്മൾ ഫോറസ്റ്റിൽ കൂടെയാണ് കയറി പോകുന്നത്. നിലവിൽ ഇതിന് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ കമ്പൾസറി ആയിട്ട് ഗൈഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ എങ്കിലും ഇങ്ങോട്ട് പാക്കേജൊക്കെ അവൈലബിൾ ആണ്. നമ്മളെന്തായാലും പതിപോലെ തന്നെ പാക്കേജൊന്നും എടുക്കുന്നില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ഇത് കയറിയിട്ടുള്ളവരോടും ട്രിവാൻഡ്രം ഏരിയയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കയറുന്നത്. വെറുതെ പോകുന്നതല്ല. ഏകദേശം വഴിയെപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടും മൊത്തത്തിലൊരു പിക്ചറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യപൂർവ്വം കയറുന്നത്. അങ്ങനെ ആ കോൺക്രീറ്റ് റോഡ് തീർന്നിടത്തുനിന്നായിട്ട് നമ്മൾ നേരെ കാണുന്ന ഒരു വഴിയെ കയറി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. തുടക്കമൊക്കെ അത്രയും സ്റ്റീപ്പ് വഴികളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ പറമ്പിൽ കൂടെയൊക്കെ നടക്കുന്ന പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. കാരണം തുടക്കം കുറച്ച് റബ്ബർ തോട്ടവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഇതൊരു പ്രോപ്പർ ഒരു ട്രക്കിംഗ് ട്രയലായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല സ്റ്റാർട്ടിങ്ങിൽ. ശരിക്കും ട്രക്കാണോ അതോ ആരെങ്കിലും പറമ്പാണോ?
നീ കേരള ചേർക്ക. കുറച്ച് ദൂരം മുമ്പോട്ട് ചെന്നപ്പം റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലെഫ്റ്റുള്ള വഴി തന്നെയാണ് പോയത്. റൈറ്റുള്ള വഴി കൂടെ ഞാൻ കുറച്ചൊന്ന് പോയി നോക്കി, പക്ഷേ അങ്ങനെ അധികാരം പോകുന്നൊരു വഴിയായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ലെഫ്റ്റ് പിടിച്ച് തന്നെ അങ്ങ് പോയി. അത് തന്നെയായിരുന്നു കറക്റ്റ് വഴി. അപ്പുറത്ത് വഴി പോയാലും ചിലപ്പം ടോപ്പിൽ തന്നെയായിരിക്കും എത്തും. ഇതെല്ലാം കണക്റ്റഡ് വഴികളാണ് മിക്കതും തന്നെ. ഈ ഒരു ട്രെക്കിംഗ് വൺ സൈഡ് 4 കിലോമീറ്റർ അടുത്തുണ്ട്. ദൂരം കുറവാണെങ്കിലും നല്ല സ്റ്റീപ്പാണ്. അതുകൊണ്ട് ഇതൊരു ഈസി ട്രെക്കാന്ന് വിചാരിക്കരുത്. ആദ്യം തുടങ്ങുമ്പോൾ നമുക്കിത് കുറച്ച് ഈസി ആയെന്ന് തോന്നുമെങ്കിലും പിന്നീട് പോകും തോറും ഇത് കൂടുതൽ കൂടുതൽ സ്റ്റീപ്പായി വന്നുകൊണ്ടിരിക്കും. അതുപോലെ വഴിയൊക്കെ ആണെങ്കിലും ഭയങ്കര ചെറുതായി വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അധികം മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ട്രിവാൻഡ്രം ഈ ഒരു സൈഡിൽ മഴ കുറവായിരുന്നു. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല മഴയുള്ള സമയത്ത് ഇത് കയറുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. കുറച്ചൊരു പാറയൊക്കെ വരുന്ന ഏരിയ ഉണ്ടാകും. അതിൽ കൂടെയൊക്കെ പോകുന്നത് കുറച്ചധികം ടാസ്ക് ഉണ്ട്. പക്ഷേ എന്നാലും മഴക്കാലത്ത് ഇവിടെ കയറുന്നവരുണ്ട്. മഴക്കാലത്ത് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ചുറ്റും നല്ല വ്യൂ ആട്ടോ. ഏറ്റവും മുകളിൽ നല്ല കിടിലൻ 360 വ്യൂ അവൈലബിൾ ആണ്. എറൗണ്ട് ആയിട്ടുള്ള പീക്സിൻ്റെയും ഡാമുകളുടെയൊക്കെ. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ ചില സമയത്ത് നമുക്ക് കോടയുണ്ടെങ്കിൽ മിസ്സാവും. അതുകൊണ്ട് കറക്റ്റ് ഒരു സീസണിലാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇനീഷ്യലി ഒരു ഫോറസ്റ്റ് റഷ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു മലയുടെ നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചിറ്റാർ ഡാമിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. ഈ ഒരു ചിറ്റാർ ഡാം റിസർവോയറിൻ്റെ 2 വ്യൂ നമുക്ക് കൊണ്ടോട്ടി മലയിൽ നിന്ന് കിട്ടും. അതിലെ ഫസ്റ്റ് വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് വെച്ച് തീർന്നിട്ടില്ലായിരുന്നു. ആ ഒരു വ്യൂ പോയിൻ്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ സ്റ്റീപ്പായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഈ ഒരു പോയിൻ്റൊക്കെ എത്തിയപ്പോൾ തന്നെ ഇത് പറമ്പാണോ ട്രക്കാണോ എന്നുള്ള റിജോയുടെ സംശയത്തിന് അവന് ഉത്തരം കിട്ടി കാണും. അവനെ മാക്സിമം നടത്തിച്ച് അവൻ്റെ വൈന്ന് പദവരുത്തുകയായിരുന്നു ഈ ഒരു ട്രക്കിൻ്റെ ലക്ഷ്യം. അപ്പം ABC ട്രക്കൊക്കെ ചെയ്യാനൊക്കെ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നല്ലൊരു പ്രിപ്പറേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തു. രഞ്ജി പിന്നെ ഓൾറെഡി ഒരുപാട് ട്രാവലും ട്രക്കിംഗ് എല്ലാം ചെയ്യുന്ന ഒരാളാണ്. പാഷനേറ്റ് ട്രാവലർ എന്ന യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവർ രണ്ടും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഒരു ട്രക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഒട്ടും ബോറടി ഇല്ലായിരുന്നു. ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഒറിജിനൽ ഓഡിയോ മൊത്തം കുറേ കോമഡിയാണ്. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ ഡയലോഗ് അടിയാണ്. അപ്പം വീഡിയോയുടെ അവസാനം ഞാൻ BTS ആയിട്ടത് കാണിക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ട്രക്കിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള സെക്ഷൻസൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഇറങ്ങണമെന്നില്ല. ഇതിൻ്റെ അപ്പുറത്തൂടെയൊക്കെ വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് കണ്ടില്ലായിരുന്നു ആദ്യം. അവരപ്പുറത്തൂടെയാണ് വന്നത്. ഞാൻ കുറേ അധികം വലിഞ്ഞ് കയറി ഇറങ്ങിയൊക്കെയാണ് കുറച്ച് മുമ്പോട്ട് പോയത്. അപ്പോൾ 360 ക്യാമറ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം കുറേയധികം ഫുട്ടേജസ് അതിൽ എടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം ക്ലൈമ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പ്രോപ്പർ ഒരു വ്യൂ ഒക്കെ നമുക്ക് 360 ക്യാമറയിൽ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പ് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രം ഈ ഒരു പരിസരത്തുള്ളവരൊക്കെ ഇത് മിക്കപ്പോഴും കയറുന്നതാണ്. ഈ കൊണ്ടകട്ടയും ഇതിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള പീക്സൊക്കെ തന്നെ മെജോറിറ്റി ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ ബാക്കി സൈഡിൽ നിന്നുള്ള അധികം ആർക്കും ഈ ഒരു ട്രക്കിംഗ് അത്ര അറിയത്തില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ തന്നെ സെക്കൻഡ് ഹാർഡസ്റ്റ് ട്രക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏറ്റവും ആദ്യത്തേത് വരയാടുമുട്ടയായിരിക്കും. അപ്പോൾ കുറച്ച് പേര് ചോദിക്കും അഗസ്ത്യാർകൂടം അല്ലേ ഏറ്റവും ഹാർഡ് എന്നൊക്കെ ചോദിക്കും. അഗസ്ത്യാർകൂടം ഒരു 2 അതുപോലെ 3 ദിവസത്തിലൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തീർക്കുന്ന ഒരു ട്രക്കാണ്. പക്ഷെ ഒരു 1 ഡേ ട്രക്കിൽ ഹാർഡസ്റ്റ് എന്നുള്ള രീതിക്കായിരിക്കും അവരങ്ങനെ പറയുന്നത്. ഈ ഒരു ട്രിവാൻഡ്രം സൈഡിലെ ട്രക്കിങ്ങുകളാണ് ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും തന്നെ അത്യാവശ്യം മേജറായിട്ടുള്ളതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ പക്ഷേ ഇതൊരു സ്റ്റാർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.
അഗസ്ത്യാരോട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അവർ ഫീ കൂട്ടിയ പിന്നെ എനിക്ക് അങ്ങോട്ട് കയറാനുള്ള താല്പര്യമേ പോയി. നല്ല അടിപൊളി ട്രെയിലാണെങ്കിലും പ്രത്യേകിച്ച് ആ ഒരു ഫീക്ക് അവിടെ പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ആ ഒരു ഫീസിന് നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ ട്രക്കിങ്ങുകൾക്ക് പൊതുവെ എന്തിനാണ് ഇത്രയും ഫീ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ തോന്നുന്നത്. ഇവിടെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ കൂടെ ഗൈഡ് വരുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ അതിനുള്ളൊരു ഫീസിനേക്കാളും വളരെയധികം കൂടുതലായിട്ടാണ് മേടിക്കുന്നത്. അതും ഓരോ വർഷവും 500, 1000 ഒക്കെ വെച്ച് വെറുതെ കൂട്ടുന്നുമുണ്ട്. ഇത് ആരും ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണോ ഇങ്ങനെ വെറുതെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഫോറസ്റ്റുകാർക്കും അതിൻ്റെ ഒഫീഷ്യൽസ് അവരുടേതായ കാരണങ്ങളുണ്ടാവാം. ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഒരു കൺസേൺ പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് സ്ട്രെച്ച് ഏകദേശം തീരാറായി കേട്ടോ. ഇനി ചെറിയൊരു ഗ്രാസ് ലാൻഡ് വരുന്നുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വില്ലൂന്നി മലയുടെ കാഴ്ചകളൊക്കെ കാണാൻ കിട്ടും. ആ ഒരു ഗ്രാസ് ലാൻഡ്സിലോട്ട് കയറിയപ്പം ആ ഒരു റിസർവറിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ നേരെ മുമ്പിൽ കാണുന്നതാണ് വില്ലൂന്നി മല. വില്ലൂന്നി മല കാഴ്ചയിൽ കൊണ്ടകെട്ടിനേക്കാൾ ഹൈറ്റ് കൂടുതലെന്ന് നമുക്ക് തോന്നും. പക്ഷേ കൊണ്ടകെട്ടി തന്നെയാണ് ഹൈറ്റ് കൂടുതലെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ വില്ലൂന്നി മലയുടെ ബാക്ക് സൈഡിലായിട്ട് കാണുന്നതാണ് കുരിശുമലയും കാളിമലയും. കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കൂനിച്ച് മല കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പ് എത്തിയിട്ടില്ല, ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പ് എത്തുമ്പം ഈ ഒരു ടോട്ടൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് സൈഡിലായിട്ട് പീക്കും അപ്പുറം ഇപ്പുറമായിട്ട് റിസർവോയറും പിന്നെ ഈ ഒരു വാലി നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടെ ചേർത്ത് ആ ഒരു അടിപൊളി ഒരു കാഴ്ച നമുക്ക് കാണാം. തമിഴ്നാട് ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന നെട്ട, ചിറ്റാർ അതുപോലെ തന്നെ അമ്പൂരി ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് കാണാൻ പറ്റിയ പീക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് ചിറ്റാർ ഡാമിൻ്റെ ഒരു സെക്കൻഡ് വ്യൂവും കാണാൻ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുത്തെ ഒരു ഒറിജിനൽ വോയിസ് ഞാൻ കുറച്ചൊക്കെ മ്യൂട്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ ഒരു കാറ്റിൻ്റെ ആ ഒരു നോയ്സാണ് മൊത്തം. ഇതാണ് ആ ഒരു വില്ലൂന്നി മലയുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫുൾ വ്യൂ. നല്ല ഭംഗിയുള്ളൊരു പീക്കാണ് കേട്ടോ. അത് നിൽക്കുന്നതും അതിൻ്റെ അറൗണ്ടായിട്ടുള്ള പീക്കെല്ലാം തന്നെ കാണാൻ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കൂനിച്ചി മലയും കാണാൻ സാധിക്കും. ഒരുപാട് പേര് വരുന്നതാണ്, കാരണം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊരു മലയാണ് കൂനിച്ചി മല. അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ പോകാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് പേര് റാപ്പലിംഗ് ചെയ്യുന്നൊക്കെ കണ്ടു കേട്ടോ. ഇങ്ങോട്ട് പാക്കേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഈ ഒരു സൈഡിൽ റാപ്പലിംഗ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ 8:15 പോകുന്നതാണ്. 11:15 എത്തി. ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ്. താഴേന്ന് 1 മണിക്ക് 1:15 ഇടയ്ക്ക് റിട്ടേൺ ബസ്സുണ്ട്. ബസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചോ എങ്ങനെയാണെങ്കിലും തിരിച്ച് പോകാൻ സാധിക്കും. വെള്ളറട പോയി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തോട്ട് മടങ്ങി ട്രിവാൻഡ്രത്ത് നിന്ന് വൈകിട്ടുള്ള ബസ്സിനോ ട്രെയിനോ നിങ്ങൾക്ക്
എങ്ങോട്ടാണെങ്കിലും തിരിച്ചെത്താവുന്നതാണ്. തിരിച്ചിറങ്ങാൻ സമയം കുറച്ച് മതിയെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില ഏരിയയൊക്കെ കുറച്ച് തെന്നിക്കിടപ്പുണ്ട് മഴയില്ലെങ്കിൽ പോലും. അപ്പോൾ അവിടെയൊക്കെ സൂക്ഷിച്ചൊക്കെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ ഒരു ട്രക്ക് കയറി ഇറങ്ങുക. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. ചെറിയ അഡ്വഞ്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പോലും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്ന് വരുവാണെങ്കിൽ സുഖമായിട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു ട്രക്ക് കൂടെയാണിത്. ഈ ഒരു മല കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കാറ്റാണ് പ്രധാനമായിട്ട് മനസ്സിൽ തങ്ങി നിന്നത്. കാരണം ഫുൾ ടൈം ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം വന്നപ്പോഴത്തെ രാവിലെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ കയറി ഇറങ്ങി ഉച്ചയായപ്പോൾ പോലും ആ ഒരു കാറ്റും തണുപ്പൊക്കെ അവിടെ തന്നെയുണ്ട്. ഇപ്പം വലിയ മഴയൊന്നുമില്ല, എന്നിട്ട് പോലും വളരെ നല്ലൊരു കാമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഈ ഒരു കാണുന്ന ആർച്ചിൻ്റെ അവിടെ നിന്നാണ് കൂനിച്ചുമലയിലോട്ട് പോകുന്നത്. ആ ആർച്ചിൻ്റെ അടുത്തിട്ട് തന്നെ ഈ ഒരു ചേച്ചിയുടെ കടയുണ്ടായിരുന്നു. അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ അങ്ങനെ ഹോട്ടൽ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ തിരിച്ച് വെള്ളറടി എത്തണം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ സ്നാക്സോ കാര്യങ്ങളൊക്കെ കൈ കരുതാം. ഇലക്ട്രോലൈറ്റ്സോ പ്രോട്ടീൻ ബാറോ അതായത് അങ്ങനത്തെ എന്തെങ്കിലും ചെറുത് കൈ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അങ്ങനെ വാട്ടർ സോഴ്സ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് 1 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം ഒരാൾ കൈ കരുതണം. നിങ്ങളൊരു ഗ്രൂപ്പിനല്ല, ഒരാളുടെ അത്രയെങ്കിലും വേണം. അങ്ങനെ റിജോയിനെ മാക്സിമം നടത്തിപ്പിച്ച സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുവാണ്. ഈ ഒരു ട്രക്കിംഗ് നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കുറച്ച് BTS വിഷ്വൽസ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, അത് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫ്രെയിമിൽ നിന്ന് മാതാ ഇതെ വീണ്ടും ഫ്രെയിമിൽ കയറിയിരിക്കുന്നു. ഒത്തിരി എക്സ്പ്രഷനൊന്നും വേണ്ട. പോടാ. കാക്കാണ് അപ്പൂപ്പൻ എങ്ങോട്ടാ? മര്യാദയ്ക്ക് കയറുന്നവരെ കൂടെ പിടിച്ച് താഴെ ഇടുന്നോടാ. അയ്യോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയടാ. അല്ല, തന്നെ ഇറങ്ങടാ. എടാ, മുട്ട് കുറച്ച് മടക്കിയേ, മുട്ട് ചെറിയ ബെൻഡ് കൊടുത്ത് മുന്നോട്ടങ്ങ് ഇറങ്ങിയാൽ മതി പതുക്കെ. ഞാൻ അങ്ങനെയല്ലേ പെട്ടെന്ന് എത്തിയേ. പുല്ലൊക്കെ പറിച്ചോണ്ട് വരുമോ? നീ ബാന്ന് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്താൽ മതി. അവളെ കുറ്റിച്ചെടിയൊക്കെ പറിക്കുന്നുണ്ടല്ലോ. അത് കൊള്ളാമല്ലോ. വള്ളി താഴെ വരെ ഉണ്ടെന്ന് തോന്നുന്നു. അതേ പിടിച്ചിറങ്ങിപ്പോര്. ഷൂവിൻ്റെ അടി ഇന്ന് മൊത്തം തീരുവല്ലോടാ. തിരുവാതിര കളിച്ചാൽ മതി, ഇറങ്ങിയ